നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ശ്രുതി സ്വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ കുർത്തി അല്ലെങ്കിൽ ഒരു ചുരിദാർ, പ്ലെയിൻ ചുരിദാർ എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ബീഡ് വർക്ക് ഒക്കെ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെൻസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് പെയിന്റ്, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്ന് കിട്ടാന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പ്ലെയിൻ കുർത്ത നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇതിപ്പോൾ നെക്കിന്റെ പോർഷനാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ നെക്കിന്റെ ആ ഒരു ഭാഗം മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നെക്കിൽ നമ്മൾ എവിടെയാണോ ഡിസൈൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ടേപ്പ് വെച്ചിട്ട് ഒരു 1 ഇഞ്ച് അളവിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ആ വരച്ചതിന് കൂടെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും ഓരോ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ 1 ഇഞ്ച് അകലത്തില് ചുറ്റും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിതെല്ലാം ഇതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. എല്ലാവർക്കും സംശയം മെറ്റീരിയൽസിന്റെ കാര്യത്തിലുള്ള, അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയാണ്. നമുക്കിതിലേക്ക് വേണ്ടത് എന്റെ കയ്യിലുള്ളത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. തുണികളിൽ ഒട്ടിക്കുന്ന ഗ്ലൂ, പശ കേട്ടോ. ഫാബ്രിക് ഗ്ലൂ തുണികളിൽ ഒട്ടിക്കുന്ന. അപ്പം ചോദിക്കും ഇത് ഇളകി പോവില്ല, ചോദിക്കും ഇളകി പോവില്ല. നമ്മുടെ സാധാരണ ഫെവിക്കോൾ അല്ല, ഫാബ്രിക് ഗ്ലൂ എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബീഡ്സ് ആണ്. ഞാനിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ വൈറ്റ് ബീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പേളില്ലേ, അതുപോലത്തെ മുത്താണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 35 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇത് എല്ലാ ഷോപ്പുകളിലും കിട്ടും. ഞാനിത് സാധാരണ നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്, ഇവിടെ കൊടുങ്ങല്ലൂരിൽ തന്നെ. നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക്, അതുപോലെ ത്രെഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റിച്ചിങ്ങിന്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന കടകളുണ്ടാവും. അവിടെ ചെന്ന് ചോദിച്ചാൽ മുത്തുകൾ തരാൻ പറഞ്ഞാൽ അവർ തരും. ഗോൾഡൻ ബീഡ്സോ അതുപോലെ തന്നെ ഏത് കളറുള്ള പല പല കളേഴ്സ് വരുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? ഓക്കെ, മുത്തുകളുണ്ട്, ഫാബ്രിക് ഗ്ലൂ ഉണ്ട്. ഇത്രയും മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഈ മുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ സാധാരണ നൂലില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന, നമ്മൾ തുന്നുന്ന, വീട്ടിൽ തന്നെ തുന്നുന്ന നൂല്, ആ നൂല് വെച്ചിട്ട് തുന്നി കൊടുക്കാം. അപ്പൊ ഈ പേളൊന്നും ഈ മുത്തുകളൊന്നും ഈ ഡ്രസ്സിൽ നിന്ന് ഇളകിപ്പോരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗം മാത്രം തന്നെ ധാരാളമാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനുള്ളിൽ കൂടെ ഒരു ഹോള് കാണാമല്ലോ മുത്തിന്റെ ഉള്ളില്, അതിനുള്ളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നൂല് വെച്ച് കോർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സാധാരണ പോലെ തന്നെ നമ്മളിങ്ങനെ പശ വയ്ക്കുക. നമ്മൾ ഓരോ ഇഞ്ച് അളവ് എടുത്തിട്ടുണ്ടല്ലോ, അതുമ്മ കൂടെ തന്നെ പശ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ഏത് ബീഡ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച്, കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ബീഡ്സ് വെക്കാം. എനിക്ക് ഇഷ്ടം ഗോൾഡൻ ബീഡ്സ് ആയിരുന്നു. പക്ഷെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വൈറ്റ് ബീഡാണ് ഇന്നിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് പണ്ട് പഴയ ഒരു ചുരിദാറാണ്, പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയി. ഇനി പശ വെച്ചു. ഇനി ഇത് അധികം വൈകാണ്ട് തന്നെ ഒരു മുത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുത്താൽ മതി, വല്ലാണ്ട് ഇട്ടിട്ട് അമർത്തൊന്നും വേണ്ട കേട്ടോ. തന്നെ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. അടുത്ത ബീഡും ഇതേപോലെ തന്നെ ചെയ്യാം. ഉണങ്ങി കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂചി നൂല് എടുത്തിട്ട് അതിന്റെ ഹോളിന്റെ ഉള്ളിൽ കൂടെ താഴേന്ന് സൂചി ഇട്ട് മുകളിൽ ആ ബീഡുണ്ടല്ലോ അതിനുള്ളിൽ കൂടെ ഹോളിൽ കൂടെ താഴേക്ക് കൊണ്ടുവന്ന് നമുക്ക് അവിടെ നോട്ട് ഇട്ട് കൊടുത്ത് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ ബീഡ് പോവില്ല. പിന്നെ ഇതൊരിക്കലും നിങ്ങൾ മെഷീൻ വാഷ് ചെയ്യരുത്. കാരണം ബീഡാകുമ്പോൾ നമുക്കറിയാം മെഷീൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബീഡ്സ് ഒക്കെ പോവും. നമുക്ക് ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്നവരുണ്ട്. ഡ്രൈ ക്ലീനിങ് കൊടുക്കുമ്പോൾ ചിലർ പറയുന്ന ഒരുപാട് പൈസ ആവുന്നത്. ഡ്രൈ ക്ലീനിങ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. നമുക്ക് പൈസയൊന്നും കൊടുത്ത് നമുക്ക് ഡ്രൈ ക്ലീനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ, എങ്ങനെ ഡ്രൈ ക്ലീനിങ് ചെയ്യുക വീട്ടിൽ തന്നെ ഇരുന്ന് കൊണ്ടുവന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പശ തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഓരോന്ന് വന്നിട്ട് അടർന്ന് പോരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പം നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ ഗമ്മ തേക്കുകയാണ്. ഇനി ഇത് പല കളേഴ്സിലും കിട്ടും കേട്ടോ. അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലത്തെ മെറ്റീരിയലും നമുക്ക് കിട്ടും. അത് പശ അടക്കം തന്നെയാണ് വരുന്നത്. കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഇതുപോലെ കിട്ടും. അതാകുമ്പോൾ ബീഡൊന്നും വെക്കണമെന്നില്ല. ഇങ്ങനെ ഡിസൈൻ വർക്ക് നമുക്ക് വേഗം ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. കാണാത്തൊരു തൊട്ട് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ വേറൊരു വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ബീഡ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ നെക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ വേറെ പണിയൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഇതിലൊരു ഗ്രീൻ ടച്ചും കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് അതുപോലെ തന്നെ പാൻസും ഷോളും ഒക്കെ ഗ്രീൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലും നമ്മൾ ടോപ്പിലും നമ്മൾ അതുപോലെ ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 3D ഔട്ട്ലൈനർ ആണ്. ഞാൻ അന്ന് കാണിച്ചിരുന്നതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ എംബ്രോയിഡറി വർക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതിൽ കാണിച്ചിരുന്ന അതേ സെയിം കോൺ തന്നെയാണിത്. അത് വെച്ച് ഇതും ഉണങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വേറെ കഴുകുമ്പോൾ പൂവ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതും സംശയമൊന്നും ആർക്കും വേണ്ട. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ ഈ ബീഡ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കുറച്ചിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എടുത്ത ആ ഗ്ലൂ തന്നെ, ഫാബ്രിക് ഗ്ലൂ കണ്ടല്ലോ, അത് തന്നെ വെച്ചിട്ട് ചുറ്റുപോകും നമുക്കിങ്ങനെ മുത്തുകളൊക്കെ വേറെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ കുഞ്ഞു ഹാഫ് ബീഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ കുന്തൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ, കാണാമല്ലോ. അപ്പം അതുണ്ടെങ്കിൽ അതായിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതുമേ കളറ് കൊടുക്കാം. ഇനിയിപ്പോൾ ഫാബ്രിക് പെയിന്റ് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് കളറിൽ ഗോൾഡൻ ചെയിൻ നമുക്ക് മേടിക്കാൻ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ പശ വെച്ച് ഒട്ടിച്ചിട്ട് ചുറ്റും ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുക. അത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. അതിന് 2-3 മണിക്കൂർ ഞാൻ വെച്ചിരുന്നു. അതൊന്ന് ഉണങ്ങി കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് ചീത്തവശം വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അതാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂചി നൂലും വെച്ചിട്ട് ഒന്ന് അത് എല്ലാ ബീഡ്സും ഇങ്ങനെ പിൻ ചെയ്ത് അല്ലെങ്കിൽ കോർത്ത് തുന്നി നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് കയ്യിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു വർക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ബീഡ് നമുക്ക് വെക്കാം. പക്ഷെ ഞാൻ ബീഡ് വെക്കാൻ ഉദ്ദേശിക്കണില്ല. ഞാനിപ്പോൾ അന്ന് നിങ്ങൾ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും അത് സംശയം ചോദിക്കുന്നുണ്ട്. എന്താണ് ചേച്ചി സ്റ്റെൻസിൽ എവിടെ നിന്നാണ് കിട്ടുക, അത് വാഷ് ചെയ്യാൻ പറ്റുമോ, ഈ ഫാബ്രിക് പെയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഫാബ്രിക്കിൽ കഴുകി കഴിഞ്ഞാൽ അത് പോവോ എന്നൊക്കെ ഒരുപാട് സംശയം ചോദിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ച ഓരോരുത്തർക്കും വേണ്ടി ഞാനിവിടെ ചെയ്ത് കാണിക്കുകയാണ്. അന്ന് നമ്മൾ സ്റ്റെൻസിൽ ചെയ്തത് ഒരു സ്പോഞ്ച് വെച്ചിട്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ. വളരെ ഈസിയാണ്. ഇനി അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരികയാണ് കേട്ടോ. നമ്മൾ ഏത് സർഫേസിലാണോ നമുക്ക് എവിടെയാണോ സ്റ്റെൻസിൽ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലപോലെ അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ കൈയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൈയിൻ്റെ ആ പോർഷൻ ഇതുപോലെ നന്നായിട്ട് സർഫേസ് വൃത്തിയാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ സ്റ്റെൻസിൽ കാർഡ് എന്ന് പറയുന്നത്. ഞാനിവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എസ്എംപുരത്ത് നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. ത്രെഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ നമ്മുടെ ഈ എംബ്രോയിഡറി വർക്ക്, ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കടകൾ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്കിത് കിട്ടും. സ്റ്റെൻസിൽ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ തുണികളിൽ സ്റ്റെൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. ഇനി ഇതിന് സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേർക്ക് ഡൗട്ട്, ഇത് വാഷ് ചെയ്യാൻ പറ്റുമോ, ഇത് കുറേ വട്ടം ഉപയോഗിക്കാൻ പറ്റുമോ, റീയൂസബിൾ ആണോ, അത് യൂസ് ആൻഡ് ത്രോ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. ഇത് യൂസ് ആൻഡ് ത്രോ ഒന്നുമല്ല, ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഞാനിപ്പോൾ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഇതൊരു കട്ടിയുള്ള ഗ്ലാസ് ഷീറ്റാണ്. അത് നമുക്കിത് ആവശ്യം കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം. ഇനി സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കൂട്ടുകാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ, ഞാൻ പറയാം. ഓക്കെ, നമുക്കപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫാബ്രിക് പെയിന്റ് ചെയ്യാമെന്ന് ഞാനൊന്നും കൂടെ കാണിക്കാം.
ഞാനിപ്പോൾ കൈയിൻ്റെ പോർഷനിലാണ്, വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു മുകളിൽ കാണുന്ന രണ്ട് ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് മാത്രമായിട്ടാണ് എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു തവണ കാണിച്ചാലേ വിചാരിച്ചിട്ടാണ് പിന്നെ മുഴുവനായിട്ടും ചെയ്യാത്തതും കാണിക്കാത്തതും. ഓക്കെ, അപ്പോൾ ഇനി ഈ മെറ്റീരിയലിന് താഴെ ഉള്ളിൽ കൂടെ കൈയിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ചട്ട വെച്ചിട്ടുണ്ട്. ഫ്രെയിം ഒന്നും വേണമെന്നില്ല, ചട്ട സാധാരണ കനമുള്ള എന്തെങ്കിലും കാർഡ്ബോർഡ് വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് എടുക്കുക, ഫാബ്രിക് പെയിൻറ് എടുക്കുക, അതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അത്രേ നമുക്ക് പണിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50,000 എബോ ആളുകൾ അത് കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സ്റ്റെൻസിലിന് എങ്ങനെയാണ്, ഇത് സ്റ്റെൻസിലിന് തന്നെയാണോ പറയുക, വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ. ഇത് നമ്മൾ ഉപയോഗിച്ച ആ കാർഡ് നമുക്ക് കഴുകിയിട്ട് ഉണക്കാം, അല്ലെങ്കിൽ തുണി വെച്ച് ഒപ്പിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സുന്ദരിമാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ, ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും ആശംസിക്കുകയാണ്. അതിനു മുന്നേ ഞാൻ വീഡിയോ ആയിട്ട് വരും. എന്നാലും ഈ വർക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്ന് ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ ഡിസൈൻ വീഡിയോസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം കാണിക്കാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.